ദേ, അവരായി, അവരുടെ കുടുംബമായി. നിനക്കോ എനിക്കോ ഒന്നും അവരുടെ കാര്യത്തില് അനാവശ്യമായി ഇടപെടാനുള്ള സ്വാതന്ത്ര്യമില്ല. പല്ലവി അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ പാർവതി, അതിന് നിനക്കെന്താ? അമ്മ, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരു ക്ഷേത്രം പോലെ ആയിരുന്നു ഈ വീട്. ഇതിപ്പോ ഒരു നരകം പോലെ ആയില്ലേ? ഇനി എന്തൊക്കെ ഇവിടെ കാണേണ്ടി വരുമോ ആവോ? പാർവതി, സാരല്ല. ചേട്ടാ, ചേട്ടൻ ദയവ് ചെയ്ത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. എടാ, ഞാൻ ഇടപെടണ്ട. വിശാൽ സർ, വിട്ടുകളയ വിശാൽ സർ, മറന്നുകളയ. നമ്മുടെ വിപിനല്ലേ, വിശാൽ സാറിന്റെ അനിയനല്ലേ, ക്ഷമിക്ക. എനിക്ക് അത്ര പെട്ടെന്ന് ഇതൊന്നും ക്ഷമിക്കാൻ കഴിയില്ല പാർവതി. ഞാൻ അവനെ ഇങ്ങനെയൊന്നല്ല കരുതിയത്. അവനിൽ നിന്നും ഇങ്ങനൊരു പെരുമാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതുവരെ അവൻ എന്നോട് ഒരു ഏട്ടൻ എന്ന നിലയിൽ ബഹുമാനത്തോടു കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. ഇന്ന് അവൻ അതെല്ലാം മറന്ന എന്നോട് പ്രതികരിച്ചത്. അത് ഞാൻ എങ്ങനെ സഹിക്കും? അവൻ തൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചത്. വിശാൽ സർ, വിപിൻ അവിടെ നിയന്ത്രണം വിട്ടു നിൽക്കുമായിരുന്നു. അപ്പോഴാ സാർ അവിടേക്ക് വന്നത്. ദേഷ്യം കൊണ്ട് പരിസരം മറന്നു നിന്ന വിപിനെ സാർ ഉപദേശിക്കാൻ ചെന്നപ്പോ അവനറിയാതെ അരുതാത്ത എന്തോ പറഞ്ഞുപോയി. അതല്ലാതെ വിപിന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്നൊക്കെ അവൻ പറയോ? ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവൻ ഒരിക്കൽ പോലും ഇങ്ങനെ ധിക്കാരപൂർവം പെരുമാറിയിട്ടില്ല. ഇന്നേ വരെ അവൻ എൻ്റെ വാക്ക് അനുസരിച്ചിട്ടേ ഉള്ളൂ. സർ, അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എല്ലാ ഭാര്യയും ഭാര്യ ഭർത്താവിനെയും പരസ്പരം ബഹുമാനിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു കൊടുക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളുണ്ടാവാം, പക്ഷേ അത് പുറത്തൊരാളും അറിയരുത്. മൂന്നാമതൊരാളെ അതിൽ ഇടപെടുത്തുകയും ചെയ്യരുത്. അവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ 4 ചുമരുകൾക്കുള്ളിൽ അവർ തന്നെ തീർക്കണം. വിപിൻ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. വിപിൻ മാത്രമല്ല,
പല്ലവിയും. എനിക്ക് അവനെക്കുറിച്ച് ഒരു മതിപ്പുണ്ടായിരുന്നു. ഏതായാലും അത് ഇന്നത്തോടെ തീർന്നു. വേണ്ട, ഇനി അവന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ല. സർ, സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു തെറ്റ് ആർക്കും സംഭവിക്കാം. വിപിനും അത് സംഭവിച്ചു. അങ്ങനെ കരുതിയാ മതി. വിപിൻ മാത്രമല്ല ഇവിടെ തെറ്റുകാരൻ. പിന്നെ ആര്? പല്ലവിയും ഒരുപോലെ തെറ്റുകാരിയാ. അതുകൊണ്ട് വിപിനെ മാത്രം പഴിക്കണ്ട. അവനോട് പിണങ്ങും വേണ്ട. അവനൊന്ന് തണുക്കട്ടെ. അവൻ ചെയ്ത തെറ്റുകൾ സാർ അവനെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണം. അവൻ കാരണം സാറിന് ഇപ്പോഴുണ്ടായ വിഷമം അത് സാർ അവനെ അറിയിക്കണം. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് വിപിൻ സാറിന് മുമ്പിൽ പശ്ചാത്തപിക്കും സാർ. എനിക്ക് ഉറപ്പുണ്ട് വിപിനെ കുറിച്ച് സാറിന്റെ മനസ്സിലുള്ള ചിത്രത്തിന് അതിന് അവനായിട്ട് ഒരിക്കലും ഒരു മങ്ങലേൽപ്പിക്കില്ല. പാർവതി, നിനക്കെങ്ങനെ വിപിനെ പിന്തുണച്ച് സംസാരിക്കാൻ സാധിക്കുന്നു? നിന്റെ സഹോദരിയെ പ്രണയിച്ച് ഗർഭിണിയാക്കിയ ശേഷം അവളെ ചതിക്കാൻ നോക്കിയവനാ വിപിൻ. അത് നീ മറന്നു പോകരുത്. നിവൃത്തികേടുണ്ടല്ലേ അവൻ പല്ലവി വിവാഹം കഴിച്ചത്. ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് പല്ലവി ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ അവൻ ജാസ്മിനെ ആയിരിക്കില്ലേ വിവാഹം കഴിക്കുന്നത്. അപ്പൊ അവൻ ചെയ്തത് ഒരിക്കലും മാന്യതയും മര്യാദയുള്ള പ്രവൃത്തിയല്ല. അതുകൊണ്ട് പാർവതി ദയവ് ചെയ്ത് ഇനി അവന് വേണ്ടി വാദിക്കരുത്, പ്ലീസ്. ഒരു തെറ്റും ചെയ്യാത്ത വിപിനെയോ വിശാൽ സാർ ഇപ്പോൾ വെറുക്കുന്നത്. നാളെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്റെ സഹോദരിയാണെന്ന് വിശാൽ സാർ അറിഞ്ഞ എന്തായിരിക്കും സാറിന്റെ പ്രതികരണം? അന്നേരം വിശാൽ സാർ പല്ലവിയോട് ഒരിക്കലും ക്ഷമിക്കില്ലല്ലോ. ഇല്ല, അത് തീർച്ചയാ. ഹലോ, അതെ. ഞാൻ ഇപ്പൊ തന്നെ വരാം. പാർവതി, ഞാനേ പോയിട്ട് ഉടനെ വരാം. എവിടെ പോകുന്നു? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. വിശാൽ സാറ് എവിടേക്ക് എത്ര തിടുക്കപ്പെട്ടു പോയത്? എന്റെ ഉദയനൂരമ്മ, ആർക്കും ഒരാപത്തും വരുത്തരുതേ. ഹലോ. ആ സിസ്റ്റർ, ഞാൻ വിശാലാണ്. കുറച്ചു മുമ്പ് സിസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. ആ, എനിക്ക് മനസ്സിലായി. സാർ ഇവിടെ എത്തിയോ? ഞാൻ ഓൺ ദ വേ ആണ്. ആ കുട്ടി ഇപ്പോഴും ICU തന്നെയാണോ അതോ അവിടുന്ന് മാറ്റിയോ? ഇല്ല സാർ, ICU തന്നെയാ. അത്രയ്ക്ക് ക്രിട്ടിക്കലാണോ അയാളുടെ അവസ്ഥ? വെയിൻ കട്ട് ചെയ്ത് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതല്ലേ. ബ്ലഡ് ഒത്തിരി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. ഇപ്പോ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഓർമ്മ വന്നാൽ അപ്പോ സാറിനെയാണ് അന്വേഷിക്കുന്നത്. സാർ വേഗം വരണം. ആ, ഞാൻ ദേ എത്തി. ആ, ശരി സാർ. ജാസ്മിൻ വളരെ ഡിപ്രഷനിലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ജാസ്മിന് നിരാശയും വിഷമവും ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ശരി, സംസാരിച്ചോളൂ. പക്ഷേ അധികം നേരം എടുക്കരുത്. അത് പേഷ്യൻ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇല്ല ഡോക്ടർ, അധികം നേരം എടുക്കില്ല. സിസ്റ്റർ, come with me. ജാസ്മിൻ, വിശാൽ വിശാല് വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും എനിക്ക് വിശാലിനെ കാണണമെന്ന് തോന്നി. അതുകൊണ്ടാ നഴ്സിനെ കൊണ്ട് ഞാൻ വിശാലിനെ വിളിപ്പിച്ചത്. വിശാലിന് ബുദ്ധിമുട്ടായോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് നീ ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തിയതിലെ സങ്കടം. എന്തിനു വേണ്ടിയാ നീ ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തിയത്? എന്തിനാ അത് ചെയ്തത്? എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു വിശാൽ. ആത്മഹത്യക്ക് ശ്രമിക്കുന്ന വ്യക്തികൾ മിക്കവാറും പറയുന്നത് ഇത് തന്നെയാ. ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസ് ഞാൻ പറഞ്ഞാലല്ലേ അറിയൂ. എന്തായിരുന്നു ഇഷ്യൂസ്? വിവാഹം മുടങ്ങിയത് ഡാഡിയെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. പ്രഭാവതി ആന്റിക്കും നിങ്ങളുടെ കുടുംബത്തിനും എതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഡാഡി എന്നെ കുറെ നിർബന്ധിച്ചു. ഞാനിപ്പോൾ എന്താ പറയേണ്ടത്? സാരമില്ല വിശാൽ. വിശാൽ ഇനി ഇതിൽ ഇമോഷണൽ ആവണ്ട. നീ വിഷമിക്കേണ്ട ജാസ്മിൻ. പോകാനൊരിടവില്ല, ബന്ധുക്കളില്ല എന്നൊരു ചിന്ത ഇനി നിനക്കുണ്ടാവരുത്. നിനക്ക് ഞങ്ങളുണ്ട്. താമസിക്കാൻ ഞങ്ങളുടെ വീടുണ്ട്. ഏയ് സോറി വിശാൽ, ഞാനിനി ആ വീട്ടിലേക്ക് വരില്ല. എന്തുകൊണ്ട്? വിവാഹം മുടങ്ങിയതിൽ വിഷമം കൊണ്ടാണോ? അല്ല, ഞാനിവിടെ വന്ന പാർവതിക്കത് ഇഷ്ടാവില്ല. അത്രയും പ്രശ്നങ്ങളല്ലേ ഞാൻ കാരണം ആ വീട്ടിലുണ്ടായത്. ഇനി ഞാൻ അവിടെ വന്ന പാർവതി എന്തെങ്കിലുമൊക്കെ പറയും. അത് കേട്ട് മറ്റുള്ളവരും എന്നെ ശകാരിക്കും. എന്തിനാ അതൊക്കെ? ജാസ്മിൻ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും അവിടെ ഉണ്ടാവില്ല. പാർവതി നിന്നോടൊന്നും പറയില്ല. അവള് നിന്നെ നിന്റെ സ്വന്തം സഹോദരിയെ പോലെ നോക്കിക്കോളും. അത് ഞാൻ ഉറപ്പു തരുന്നു. ഈ വാക്കൊരിക്കലും മാറില്ല. നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. ഇതായിരുന്നു എനിക്കും വേണ്ടത്.
ഉണ്ടാവരുത്. ജാസ്മിൻ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത്. അയ്യോ, അയ്യോ, ഇതെന്താ ഞാൻ കാണുന്നേ? ഇതൊരു ദുശകനാണല്ലോ. ഇവിടെ എന്തോ വലിയ ആപത്ത് സംഭവിക്കാൻ പോവാണല്ലോ. ജാസ്മിൻ, വാ. സൂക്ഷിച്ച് പതുക്കെ. ഈ വീട്ടിലെ മരുമകളായി വന്ന് കയറേണ്ടിയിരുന്ന ഞാനാണ് ഇപ്പോൾ ഈ ഗതിയിൽ ഇവിടെ തിരികെ എത്തിയിരിക്കുന്നത്. മറക്കില്ല, ഒന്നും മറക്കില്ല. ഇത് ജാസ്മിൻ്റെ 2ാം ജന്മമാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് സാധിക്കാത്ത സകലതും ഈ വരവിൽ ജാസ്മിൻ സാധിച്ചെടുത്തിരിക്കും. മുടങ്ങിപ്പോയ എൻ്റെ വിവാഹം വിശാലമായി തന്നെ നടക്കും. അത് ഞാൻ നടത്തിയിരിക്കും. ഏയ് ജാസ്മിൻ, കേറി വാ. വാ. പാർവതി, നീ ജയിച്ചെന്നായിരിക്കും കരുതുന്നത്. ഇല്ല പാർവതി, നീ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. ഇത് നിന്റെ താൽക്കാലിക വിജയം മാത്രം. നീ കൂടുതൽ സന്തോഷിക്കണ്ട. വൈകാതെ നിന്നെ ഞാൻ തീർത്തിരിക്കും. പാർവതി, നീ എന്താ പാർവതി ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുന്നേ? ജാസ്മിനെ കണ്ട എന്റെ അമ്പരപ്പായിരിക്കും അല്ലേ? ഇവള് ജാസ്മിനെ കാണാനാണോ സാർ ഇവിടുന്ന് പോയത്? അതെ, ജാസ്മിനെ കാണാൻ തന്നെയാ പോയത്. പക്ഷേ തിടുക്കത്തിൽ എനിക്കത് നിന്നോട് പറയാൻ പറ്റിയില്ല. ഏതായാലും ജാസ്മിനും ഇനി ഇവിടെ ഉണ്ട്. മോളെ ജാസ്മിൻ, 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 ജാസ്മിൻ നിന്റെ അച്ഛൻ്റെ കൂടെ വീട്ടിലേക്കൊന്നും പറഞ്ഞു പോയതല്ലേ? പിന്നെന്തിനാ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നത്? കുറേ നാൾ ഇവിടെ നിന്നിട്ട് തിരികെ വീട്ടിൽ ചെന്നപ്പോ നിനക്കിവിടെ വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പിന്നെ ജാസ്മിൻ അത് തോന്നാതിരിക്കോ? ജാസ്മിന്റെ വീട്ടില് ഇവൾക്ക് മിണ്ടാനും പറയാനൊക്കെ ആരാ ഉള്ളത്? ഡാഡി മാത്രമല്ലേ ഉള്ളൂ. അദ്ദേഹമാണെങ്കിൽ സദാസമയവും കോടതിയും കേസും എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ജാസ്മിൻ അവിടെ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാവും. അതൊന്നും അല്ല ആൻറ്റി. പിന്നെ
ജാസ്മിനും ജാസ്മിൻ്റെ ഡാഡിയും തമ്മിൽ വീട്ടിൽ വലിയൊരു കലഹം നടന്നു. എന്തു പറ്റി? എന്താ വിഷയം? നമ്മൾ ജാസ്മിൻ്റെ ഡാഡിക്ക് വാക്ക് കൊടുത്തതുപോലെ ജാസ്മിൻ്റെ വിവാഹം നടത്താൻ പറ്റിയില്ലല്ലോ. പോരാത്തതിന് കല്യാണം മുടങ്ങുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ജാസ്മിൻ്റെ ഡാഡിക്ക് നമ്മളോടൊക്കെ വലിയ വാശിയും വെറുപ്പുമായി. നമുക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ അദ്ദേഹം ഒരുങ്ങി. അതറിഞ്ഞ ജാസ്മിൻ അദ്ദേഹത്തോട് എതിർത്തു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഇവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് വീട് വിട്ടിറങ്ങിയ ജാസ്മിൻ ഒരബദ്ധം കാണിച്ചു. ഡിപ്രഷൻ കൊണ്ട് ചെയ്തത് ജാസ്മിൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു.